ഗംഗാവലി പുഴയിൽ കണ്ടെത്തിയത് അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് തന്നെയാണെന്ന് സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഡ്രോണിൽ നിന്നുള്ള ഡൗൺലോഡ് ചെയ്ത വിവരങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ആ പുഴയിലുള്ളത് അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണം വരികയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, ഈ ഒരു ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ കൂടി തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധനയിൽ നടത്തിയിട്ടുള്ള അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് അറിയുന്നതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അത് വൈകാതെ തന്നെ നമുക്ക് ലഭ്യമാകും എന്നാണ് മനസ്സിലാകുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലാണ് ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഡ്രോൺ പരിശോധന നടത്തിയത്. ഈ നദിയുടെ ഉപരിതലത്തിലാണ് ഈ ഡ്രോൺ പറത്തിക്കൊണ്ടുള്ള പരിശോധന നടത്തിയത്. അതിൻ്റെ സിഗ്നലുകൾ, പോസിറ്റീവായ സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അതിൻ്റെ കൃത്യമായ ചിത്രങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. എന്താണ് അത്, ഏത് സമയത്ത് അത് ലഭ്യമാകും എന്നുള്ളത് വ്യക്തമല്ല എങ്കിൽ കൂടിയും നേരത്തെ പറഞ്ഞത് 2 മണിക്കൂറിനകം ലഭ്യമാക്കാൻ ശ്രമിക്കും എന്നുള്ളതായിരുന്നു. ആ രീതിയിൽ തന്നെയാണെങ്കിൽ വളരെ വൈകാതെ തന്നെ നമുക്കത് ലഭ്യമാകുന്നതായിരിക്കും. ഏതായാലും മാധ്യമങ്ങൾക്ക് ഈ വിവരങ്ങളൊന്നും തത്സമയം ലഭിക്കാനുള്ള യാതൊരു മാർഗവുമില്ല. ഈ ജനപ്രതിനിധികളും മറ്റും അവിടെയുള്ള ദൗത്യത്തിൻ്റെ ഇടവേളകളിലും മറ്റും പുറത്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ സന്ദർശനം നടത്തി വരുന്ന സമയത്താണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. പക്ഷേ എല്ലാ ദിവസവും വൈകുന്നേരം ഈ കാർവാർ MLA മാധ്യമങ്ങളെ കണ്ട് അന്ന് മുഴുവൻ വൈകുന്നേരം വരെ നടന്നിട്ടുള്ള തിരച്ചിലിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയും പിറ്റേ ദിവസത്തെ ദൗത്യം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദാംശങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപ് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, ഈ ദൗത്യ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പറയാം എന്നുള്ളതാണ് മാധ്യമങ്ങൾ. അതായത് കാർവാർ MLA 6 മണിക്ക് ഇക്കാര്യങ്ങൾ ബന്ധപ്പെടുത്തി മാധ്യമങ്ങളെ വിശദീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലൊരു വിവരം കൂടി പങ്കുവെക്കുകയാണ് സന്തോഷ്. കാലാവസ്ഥ നേരത്തെ മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയാണ്. എന്നാൽ ഇപ്പോൾ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അതാണ് ഏറ്റവും ആശങ്ക സൃഷ്ടിക്കുന്നത്. ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം ദൗത്യത്തെ തടസ്സപ്പെടുത്തും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത് നദി കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായതുകൊണ്ട് തന്നെ ഗംഗാവാലി നദിയിലെ അടിയൊഴുക്കും വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ദൗത്യം പൊതുവെ മന്ദഗതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു മഴ പെയ്യാനുള്ള ഒരു സൂചനയാണെന്ന് തോന്നുന്നു. ഇത്തരത്തിൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷവും കാറ്റും ആരംഭിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്നായിരിക്കും ഇവിടെയുള്ള മഴ ഉണ്ടാകുന്നത്. നേരിയ തോതിൽ മഴ തുടങ്ങി ശക്തിപ്പെടുന്ന ഒരു രീതിയല്ല, മറിച്ച് വളരെ പെട്ടെന്ന് അതിശക്തമായ മഴയും കാറ്റും ഒരുമിച്ച് ആരംഭിക്കുന്നതാണ് ഇവിടെയുള്ള മഴയുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ തുടരുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശക്തമായ മഴ വരുമ്പോൾ ഈ ഒരു ദൗത്യം ഉൾപ്പെടെ തടസ്സപ്പെടും എന്നുള്ള ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇതുവരെയും പുഴയിൽ മുങ്ങിയുള്ള പരിശോധന നടത്തിയിട്ടില്ല. മറിച്ച് ഉപരിതല പരിശോധനയും അതോടൊപ്പം തന്നെ ഈ ഒഴുക്കിൻ്റെ വേഗതയും മാത്രമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഘട്ടങ്ങളിലേക്ക്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്നുള്ള രീതിയിൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഈ ഗംഗാവാലി നദിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് അവിടെ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇന്നലെയാണ് ഇപ്പോൾ ഇതിൻ്റെ സ്ഥിരീകരണം ലഭിച്ചത്. അതായത് ഇത് ലോറിയാണ്, അതുവരെ മെറ്റലാണ് ഡിറ്റക്റ്റ് ചെയ്തത് എന്നുള്ള സ്ഥിരീകരണമുള്ളത്. വളരെ കൃത്യമായും ഇത് ഈ ഗംഗാവാലി പുഴയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ട്രക്ക് തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചത് കർണാടകയുടെ റവന്യൂ മന്ത്രിയായിരുന്നു കൃഷ്ണ ബൈരഗൌഡയായിരുന്നു. അതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. മെറ്റൽ മാത്രമാണ് എന്നുള്ളതാണ് ആ സമയം വരെ ഉണ്ടായിരുന്ന പുറത്തു വന്നിരുന്ന വിവരം. എന്നാൽ ഈ കർണാടക റവന്യൂ മന്ത്രി ഔദ്യോഗികമായി ട്വിറ്ററിലൂടെ ട്രക്കാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ തിരച്ചിലിന് മറ്റൊരു ഗതി വന്നിട്ടുള്ളത്. അതിനുശേഷമുള്ള പുതിയ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഏതായാലും ഈ വിവരങ്ങൾ, ട്രക്കിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ പൊസിഷൻ സംബന്ധിച്ച വിവരങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ ഇനി പറയുന്ന ഡ്രോണിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഈ ഗംഗാവാലി നദിയിലേക്ക് ആഴത്തിലേക്ക് ഊളിയിട്ട് അവിടെ ട്രക്കിനടുത്തെത്തി പരിശോധന നടത്തുകയും ക്യാബിൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട സന്തോഷ്, ക്യാബിൻ കണ്ടെത്താനാണ് അടുത്ത ശ്രമം എന്നാണ് മനസ്സിലാക്കുന്നത്.